പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് കത്തി നിന്ന സമയത്ത് ചേർന്ന ആദ്യ മന്ത്രിസഭയുടെ ഒന്നാമത്തെ തീരുമാനം അന്വേഷണ ചുമതല ADGP ബി സന്ധ്യയ്ക്ക് നൽകിയതായിരുന്നു. പിന്നീട് പ്രതിയെ പിടിച്ചപ്പോൾ സർക്കാർ തീരുമാനത്തിന്റെ വിജയമായിരുന്നുവെന്ന് വിലയിരുത്തി. ജിഷയുടെ കുടുംബത്തിന് വീടും ജോലിയും അമ്മയ്ക്ക് പെൻഷനുമെന്ന ആദ്യ മന്ത്രിസഭാ തീരുമാനവും നടപ്പിലാക്കി. PSC ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശം നടപ്പിലായെങ്കിലും വളരെ കുറച്ച് ഒഴിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്ന പ്രഖ്യാപനവും ഏറെക്കുറെ നടപ്പിലാക്കിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ വേണമെന്ന മന്ത്രിസഭായോഗ തീരുമാനം പൂർണ്ണമായും നടപ്പിലാക്കി. പക്ഷേ ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് വലിയ കാര്യങ്ങൾ സാധിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞു വയ്ക്കുന്നില്ല. പക്ഷേ ഇത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു അടിസ്ഥാനം, ഒരു പ്ലാറ്റ്ഫോം ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ അതിൽ മുൻകൈ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. UDF സർക്കാരിന്റെ അവസാന കാലത്തെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങൾ പരിശോധിക്കാൻ AK ബാലൻ ചെയർമാനായ കമ്മിറ്റിയെ വെച്ചിരുന്നുവെങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. വിലക്കയറ്റം പിടിച്ചു നിർത്തുമെന്ന പ്രഖ്യാപനവും പാഴ്വാക്കായി. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കുട്ടികളെ കൊണ്ട് താലപ്പൊലി എടുപ്പിക്കരുതെന്ന പ്രധാന നിർദ്ദേശവും പലപ്പോഴും ലംഘിക്കപ്പെട്ടു. മീഡിയ 1 തിരുവനന്തപുരം.